ലൈവിൽ ആയിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കർത്താവ് എനിക്ക് ഇടയാക്കി തന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു പ്രഭാഷകനൊന്നുമല്ല, എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ ചിന്തകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ഹല്ലേലൂയ, സ്തോത്രം ലളിതാസൻ ഹല്ലേലൂയ ബെൻസം പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ അവസരം ഒരുക്കി തന്നതിനാൽ ഞാൻ കർത്താവിന്റെ ദാസനെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥനാധ്വനിയെ കുറിച്ചൊരു രണ്ട് വാക്ക് എനിക്ക് പറയുവാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. 2000 ആരംഭിച്ച ഒരു ചെറിയ ഗ്രൂപ്പായി ആരംഭിച്ച ഹല്ലേലൂയ കർത്താവിന്റെ ദാസന് കൊടുത്ത ദർശനപ്രകാരം ദൈവം ഹല്ലേലൂയ അതിനെ അവസരം ഒരുക്കി കൊടുത്തു. അങ്ങനെ ആരംഭിച്ച ആ പ്രസ്ഥാനം ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, കഴിഞ്ഞ 25 വർഷക്കാലം ഹല്ലേലൂയ, സ്തോത്രം, ജയകരമായി നടത്തി. ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ വിവിധ പ്രാർത്ഥനാധ്വനിയുടെ ഹല്ലേലൂയ ചാപ്റ്റേഴ്സ് ഹല്ലേലൂയ 15 രാജ്യങ്ങളിലെ ഹല്ലേലൂയ, സ്തോത്രം, 15 രാജ്യങ്ങളിൽ അത് പ്രവർത്തിക്കുവാനും ഹല്ലേലൂയ, സ്തോത്രം, 15,000-ൽ പരം ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥന സഹകാരികളെ ഹല്ലേലൂയ ദൈവം തരുവാനും ഹല്ലേലൂയ, സ്തോത്രം, വളരെ വിജയകരമായ രീതിയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥനാധ്വനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ചും കർത്താവിന്റെ ദാസനെ ഇങ്ങോട്ട് കുടുംബത്തെ നടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് നമുക്ക് ഹല്ലേലൂയ ഈ സമയം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, യേശു ഹല്ലേലൂയ നമുക്കായി കരുതുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ വിഷയത്തിന്മേൽ ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിലെ ഹല്ലേലൂയ ചില ചിന്തകൾ എനിക്ക് ദൈവം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനാധാരമായി നാം വായിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ ഹല്ലേലൂയ കർത്താവിന്റെ അഭിഷിക്തന്മാരിൽ കൊടുക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ 1 പീറ്റർ 5:7 ഹല്ലേലൂയ, സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ഹല്ലേലൂയ ഭാരങ്ങളും ചിന്താകുലങ്ങളും അവന്റെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നമ്മെ പുലർത്തുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കായി കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇടുവാനാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുവേ നിൻപേ കായ്ക്കരുതുന്നുണ്ടവൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥപിതാവേ, മനോഹരമായ ഈ നല്ല ഹല്ലേലൂയ, സ്തോത്രം, സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന കർത്താവെ വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം. ഇതിൽ പങ്കുകൊള്ളുവാൻ കർത്താവെ ഹല്ലേലൂയ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവെ ഇതിൽ കൂട്ടി വരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ച് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാനവും മഹത്വം തിരുമേനിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃത്യസമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആകുലതകൾ എല്ലാം എടുത്തു മാറ്റി ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നമ്മെ ഹല്ലേലൂയ തക്ക സമയത്ത് നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, അതാണ് കരുതുന്ന ഒരു ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പലപ്പോഴും വളരെയധികം ചിന്തകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ സ്ഥിതി എന്തായി തീരും? ഹല്ലേലൂയ, നാളെ രാവിലെ ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ, മുമ്പോട്ട് തലമുറയുടെ ഹല്ലേലൂയ സ്ഥിതി എന്തായി തീരും? അവരുടെ ഭാവിയെ കുറിച്ച് നമ്മൾ വളരെ ആകുലപ്പെടുന്നുണ്ട്. എന്നാൽ കരുതുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് പ്രിയ മാതാപിതാക്കളോട് ഹല്ലേലൂയ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒരു കാര്യം, നിങ്ങൾ കൺകുളിർക്ക് ഹല്ലേലൂയ, സ്തോത്രം, കാണും നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. അതിനായിട്ട് നാം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുവാൻ പാടില്ല. ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ ദൈവസന്നിധിയിൽ
എപ്പോഴും നാം പൂർണ്ണമായും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അത് ഹബക്കൂക്ക് 2:3 പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് സമാപ്തിയിലേക്ക് വരുവാനായി വെമ്പുന്നു. ഹല്ലേലൂയ സ്തോത്രം. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക എന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മളിൽ പലർക്കും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഹല്ലേലൂയ സ്തോത്രം ചിന്തകള്, ഹല്ലേലൂയ പലതുമുണ്ട്. പലതും നമ്മൾ ദൈവസന്നിധിയിലെ ഹല്ലേലൂയ ദൈവത്തോട് അറിയിച്ചിട്ടുണ്ട്. നാം ഇന്ന് കാത്തിരിക്കുന്നത് ഹല്ലേലൂയ ഒരു മറുപടിക്ക് വേണ്ടിയാണ്. മറുപടി അല്പം വൈകിയാലും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അത് നടക്കും. അത് നമുക്കത് ഹല്ലേലൂയ അത് അനുഭവമാക്കി തീർക്കുവാൻ പറ്റും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിന്റെ ഹല്ലേലൂയ ഫീസ് ഒരാളുടെ ഒരു അനുഭവം പറഞ്ഞതാണ്. അവരുടെ കുഞ്ഞിന്റെ ഫീസ് മറ്റന്നാള് രാവിലെ 10 മണിയാകുമ്പം ഫീസ് അടയ്ക്കണം. അടച്ചില്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പരീക്ഷയിൽ ഇരിക്കാനൊക്കെയില്ല, കുഞ്ഞിനെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റന്നാൾ എന്നുള്ളത് വീണ്ടും അടുത്ത ദിവസം പോയി ഫീസ് കൊടുക്കുന്ന ദിവസമായപ്പോൾ അന്ന് 10 മണിക്ക് മുമ്പേ അടയ്ക്കണം എന്ന് പറഞ്ഞാണ്. എന്നാൽ ആ 10 മണി 9:30 9:45 എല്ലാ ആശയം കൈവിട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സ്കൂളിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ വന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ ഫീസ് ഒരാൾ വന്ന് അടച്ചിട്ട് പോയി. നിങ്ങളുടെ ഒരു സ്നേഹിതനാണ്, താനെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ ഒരു സ്നേഹിതനാണ് എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിന്റെ ഫീസ് ആ 5 മിനിറ്റ് മുമ്പ്, 10 മണി ആകുന്നതിന് 5 മിനിറ്റ് മുമ്പ് അവരടച്ചത്. പ്രിയ ദൈവജനമേ, നമുക്കറിയാമല്ലോ അത് ആരാ ആ സ്നേഹിതൻ എന്നുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം, അവൻ തന്റെ ദൂതനെ അയച്ച് ഹല്ലേലൂയ തക്ക സമയത്ത് ഹല്ലേലൂയ ആ ഭവനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി കരുതി. ഇത് ഹല്ലേലൂയ സ്തോത്രം എത്രയോ വലിയ ഒരു കരുതലാണെന്നുള്ളത് നാം ഹല്ലേലൂയ നമ്മൾ ഇവിടെ ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ എനിക്ക് അനേക അനുഭവങ്ങൾ തക്ക സമയത്ത് പ്രവർത്തിച്ച ദൈവം പ്രവർത്തിച്ച അനേക അനുഭവങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു ശബ്ദമാണ് നമ്മെ കേൾപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ആ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവവചനം പ്രവർത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾക്ക് ഒരു പ്രത്യാശയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 124 പറയുന്നത്, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ കയ്യിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ചിലർ ദൈവവിളി ഉള്ളവർ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനായി കാത്തിരിക്കുന്നു. ചിലർക്ക് ഹല്ലേലൂയ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ചിലർ ഹല്ലേലൂയ സ്തോത്രം അവരെ അതിലേക്ക് പോകുവാനായി കാത്തിരിക്കുന്നു. എന്നാൽ പ്രിയ ദൈവവൈതലെ, നീ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന് വേണ്ടി എവിടെ പ്രയോജനപ്പെടണം എന്നുള്ളത് കർത്താവ് അറിയുന്നു. എന്നാൽ ആ പ്രയോജനപ്പെട്ട സ്ഥലത്തേക്ക് തക്ക സമയത്ത് നിന്നെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെയാണ് ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അത് കരുതുന്ന ദൈവം ഹല്ലേലൂയ അവിടെ നിനക്ക് വേണ്ടി കരുതും. ആ സ്ഥലത്തേക്ക് ദൈവം നിന്നെ അയക്കുകയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. യോവേൽ പ്രവചനം 2:25 പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പച്ചപ്പുഴുവും ഹല്ലേലൂയ തിന്നു കളഞ്ഞതുമായ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആ നഷ്ടപ്പെട്ടു പോയതിന് പകരമായി ദൈവം കരുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഒരിക്കലും നമ്മളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ഹല്ലേലൂയ സ്തോത്രം വേണ്ടുവോളം തൃപ്തരാക്കി അയക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ നമുക്ക് താണിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവാചകനായ ഹല്ലേലൂയ ഏലിയാവോട് ഹല്ലേലൂയ സ്തോത്രം,
ഹാലലിയ ദൈവം പറഞ്ഞത് എന്തുവാ? യഹോവ പറഞ്ഞത് ഏലിയാവിനോട് പറഞ്ഞതെന്നാ? നീ തോട്ടിൽ നിന്ന് കുടിച്ചു കൊള്ളണം. ഹാലലിയ സ്തോത്രം. നിന്റെ ആഹാരത്തിനായി ഹാലലിയ തക്ക സമയത്ത് നിനക്ക് ഭക്ഷണം തരേണ്ടതിനായി ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. ഹാലലിയ സ്തോത്രം. ദൈവവചനത്തിൽ നിരവധി കരുതലുകളെ കുറിച്ച് നാം കാണുന്നു. ഹാലലിയ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഹാലലിയ സ്തോത്രം. താന് ഹാലലിയ സ്തോത്രം. അതുകൊണ്ട് ഹാലലിയ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹാലലിയ താൻ യാഗം കഴിക്കുവാനായി പോയി. ഹാലലിയ സ്തോത്രം. എന്നാൽ ഹാലലിയ സ്തോത്രം ദൈവത്തിനറിയാം. ഹാലലിയ സ്തോത്രം. അബ്രഹാം എന്നിൽ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. അവൻ ഹാലലിയ സ്തോത്രം ഞാൻ പറഞ്ഞതനുസരിച്ച് തന്റെ ഏകജാതനെ യാഗം കഴിക്കാൻ മടിക്കയില്ലെന്നറിയാം. എന്നാൽ ഹാലലിയ തക്ക സമയമായി കഴിഞ്ഞപ്പോൾ ഹാലലിയ സ്തോത്രം ഹാലലിയ ദൈവം അവന് വേണ്ടി യാഗവസ്തുവിനെ ഒരുക്കി കൊടുത്തു. ഹാലലിയ സ്തോത്രം. അങ്ങനെ കരുതുന്ന ഒരു കർത്താവിനെ കുറിച്ച് ഹാലലിയ നമുക്ക് ഹാലലിയ കേൾക്കുമ്പോൾ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഹാലലിയ നമ്മൾ ഭാരപ്പെടുന്നത്, നാം പ്രയാസപ്പെടുന്നത്? ഹാലലിയ സ്തോത്രം. ഹാലലിയ അവന്റെ കൈക്കീഴിൽ നാം താണിരിക്കുക. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഹാലലിയ മരുഭൂമിയിൽ ഹാലലിയ ഇസ്രായേൽ ജനത്തിന് ആവശ്യമായ ഹാലലിയ അവരുടെ ആവശ്യാനുസരണം എല്ലാം കരുതിയ ദൈവം. ഹാലലിയ സ്തോത്രം. നമ്മുടെ ചിന്താകുലങ്ങൾ യേശുവിന്മേൽ ഇടുമ്പോൾ ഹാലലിയ അവൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാമ്പത്തികമോ നമ്മുടെ ശാരീരികമോ ഹാലലിയ നമ്മുടെ ആത്മീയമോ ഹാലലിയ സ്തോത്രം നമ്മുടെ വിദ്യാഭ്യാസമോ കടഭാരങ്ങളോ എന്ത് തന്നെയായാലും നമുക്ക് വേണ്ടി കരുതുന്നതിനായ കർത്താവ് ഹാലലിയ സ്തോത്രം സകലതും തക്ക സമയത്ത് നന്നായി ചെയ്തു തരും. ഹാലലിയ സ്തോത്രം. ദൈവം അവയുടെ മേൽ നമുക്ക് ജയം തരും. ഹാലലിയ സ്തോത്രം. അന്നാ ദൈവസന്നിധിയിലെ ഹാലലിയ സ്തോത്രം. അന്നാ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹാലലിയ ദൈവത്തിന്റെ പലരുടെയും പരിഹാസ വിഷയമായി. ഹാലലിയ സ്തോത്രം. അവൾ പിന്നീട് ഹാലലിയ ആലയത്തിൽ പോയി. ഹാലലിയ സ്തോത്രം. അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. എന്നാൽ അവൾ പകർന്നത് അവൾക്ക് ഒരു ഹാലലിയ മക്കളില്ലാതെ ആ ഒരൊറ്റ ഒരു വിഷയത്തിൽ മാത്രമല്ല. അവൾ പലപ്പോഴും ഹാലലിയ സ്തോത്രം ആലയത്തിൽ ചെല്ലുമ്പോൾ ആലയത്തിന്റെ ആ ശോചന അവസ്ഥ ഹാലലിയ സ്തോത്രം ഏലിയയുടെ മക്കൾ ഹാലലിയ അവൻ അനുസരണം കെട്ടു നടക്കുന്നു. അതുകൊണ്ട് ഹാലലിയ സ്തോത്രം ആലയത്തിൽ വേണ്ടതെണ്ണം ക്രമീകരണങ്ങളില്ല. അതിന്റെ പേരിൽ ഹാലലിയ അവൾ ദൈവസന്നിധിയിൽ പറഞ്ഞത്, ഞാൻ ഹാലലിയ സ്തോത്രം ദൈവമേ എനിക്ക് നീ ഒരു പുരുഷ സന്തതിയെ തന്നാൽ ഹാലലിയ സ്തോത്രം ഹാലലിയ ഞാൻ അവനെ ഹാലലിയ സ്തോത്രം ഹാലലിയ നിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ഹാലലിയ സ്തോത്രം അവനെ നിനക്കായി നിവേദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹാലലിയ സ്തോത്രം ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഹാലലിയ സ്തോത്രം ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ ഹാലലിയ വിശ്വസ്ത പ്രവാചകനായ ഹാലലിയ സ്തോത്രം ശമൂവേലിനെ അവർക്ക് കൊടുത്തത്. എന്നാൽ ഹാലലിയ അതുകൊണ്ട് അവൾക്ക് മാത്രമല്ല ഹാലലിയ സ്തോത്രം ഹാലലിയ അതുകൊണ്ട് ഗുണമുണ്ടായത്. ഹാലലിയ സ്തോത്രം അവളെ മാത്രമല്ല ദൈവം മാനിച്ചത്. ഹാലലിയ സ്തോത്രം നല്ല ന്യായാധിപന്മാരില്ലായിരുന്ന ഇസ്രായേൽ ജനത്തെയും കൂടെയാണ് ദൈവം മാനിച്ചത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അമർത്തി കുലുക്കി ഹാലലിയ കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഹാലലിയ സ്തോത്രം. അതുകൊണ്ട് ഹാലലിയ സ്തോത്രം ആ ദൈവത്തിന്റെ ആ കരുതലിനെ കുറിച്ച് നമുക്ക് എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും പറ്റത്തില്ല. ഹാലലിയ സ്തോത്രം മതിയാകത്തില്ല. ഹാലലിയ എബേസിനെ കുറിച്ച് പറയുന്നത്, എബേസ് ഹാലലിയ സ്തോത്രം ഹാലലിയ തന്റെ അമ്മ തന്നെ വ്യസനത്തോടെ പ്രസവിച്ചു. ഹാലലിയ സ്തോത്രം. അതുകൊണ്ടാണ് അവൻ എബേസിന്റെ പേരിട്ടത്. എബേസ് എന്ന് വെച്ചാൽ വ്യസനപുത്രൻ എന്നാണ്. ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം. എന്നാൽ അവൻ സഹോദരന്മാരെക്കാളിലും ഹാലലിയ സ്തോത്രം മാന്യമേറിയവനായി തീർന്നു. ഹാലലിയ സ്തോത്രം. അവനെ ഇസ്രായേലിന്റെ ദൈവത്തോടെ തന്റെ കാര്യം അപേക്ഷിച്ചു. ഹാലലിയ അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നമ്മുടെ സഹോദരന്മാരുടെ മധ്യത്തിലോ ഹാലലിയ സ്തോത്രം ഹാലലിയ മറ്റുള്ളവരുടെ മധ്യത്തിലോ ദൂഷിക്കപ്പെടുന്നുവെങ്കിൽ ഹാലലിയ സ്തോത്രം ഹാലലിയ നാം ദൂഷിക്കപ്പെടുന്നുവെങ്കിൽ ഹാലലിയ സ്തോത്രം നാം ഓർക്കുക. ഹാലലിയ സ്തോത്രം നമ്മെ ഹാലലിയ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. ഹാലലിയ സ്തോത്രം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അവൻ നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കും. എബേസൻ ദൈവത്തോട് എന്താ പ്രാർത്ഥിച്ചത്? ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം എന്താ പ്രാർത്ഥിച്ചത്? നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കുകയും എന്റെ അതിരിനെ വിസ്താരമാക്കി തീർക്കുകയും നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ഹാലലിയ സ്തോത്രം. അങ്ങനെ ഹാലലിയ എബേസിന്റെ പ്രാർത്ഥന കേട്ട ഒരു ദൈവം. ഹാലലിയ പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹാലലിയ സ്തോത്രം. കടക്കാർ ഹാലലിയ വന്ന് 2 മക്കളെ ഹാലലിയ
പിടിച്ചുകൊണ്ട് പോകുന്നു. ഹാലലിയ കൊണ്ടുപോകാൻ വന്നപ്പോൾ ഹാലലിയ സ്തോത്രം, പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഹാലലിയ സ്തോത്രം, അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. ഹാലലിയ സ്തോത്രം. അവൾ ഹാലലിയ സ്തോത്രം ഒരു വലിയ ഹാലലിയ അത്ഭുതം തന്നെ അവളുടെ ഭവനത്തിൽ നടന്നു. ഹാലലിയ സ്തോത്രം. ഒരു ഭരണി എണ്ണ കൊണ്ട് അവളുടെ കടം വീട്ടുവാനും ജീവകാലം മുഴുവനും അവിടെ നിത്യവൃത്തി കഴിക്കാനും ഉപജീവനത്തിനുമായി അവൾക്ക് ഹാലലിയ സ്തോത്രം ദൈവം കരുതി. ഹാലലിയ അവൾക്ക് വേണ്ടി കൊടുത്തു. ഹാലലിയ സ്തോത്രം. ഈ ദൈവത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായി നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി ഉണ്ട്. അത് നമ്മുടെ കർത്താവെങ്കിലേക്ക് ഹാലലിയ ഇടുക. ഹാലലിയ സ്തോത്രം. അത് ചെയ്യുമ്പോൾ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കും. ഹാലലിയ സ്തോത്രം. നമുക്ക് വേണ്ടി ഹാലലിയ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ്. ഹാലലിയ സ്തോത്രം. മറുപടി താമസിക്കുന്നുവെങ്കിൽ ഹാലലിയ സ്തോത്രം നാം വിഷമിക്കേണ്ട. വൈകി വരുന്ന മറുപടി ഹാലലിയ സ്തോത്രം അതിശ്രേഷ്ഠമായിരിക്കും എന്നാണ് ഹാലലിയ നാം ദൈവവചനത്തിൽ പല അനുഭവങ്ങൾ കൂടി നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഹാലലിയ സ്തോത്രം. അതുകൊണ്ട് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കാം. ഹാലലിയ സ്തോത്രം. ഫിലിപ്പിയർ 4:12-19 പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഹാലലിയ സ്തോത്രം. അങ്ങനെ ഹാലലിയ സ്തോത്രം തന്റെ മഹത്വത്തിന്റെ ഹാലലിയ സ്തോത്രം തന്റെ ധനത്തിന്റെ ഹാലലിയ സ്തോത്രം മഹത്വത്തിനൊത്തവണ്ണം ഹാലലിയ അവൻ തീർത്തു തരുന്നതിൽ ദൈവമായിരിക്കുക. നമുക്ക് ദൈവത്തെ പൂർണ്ണമായും നമ്മുടെ കർത്താവിൽ നമുക്ക് ഹാലലിയ സ്തോത്രം നമുക്ക് ആശ്രയിക്കാം. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ചെങ്കടലിൽ നിന്നും പ്രയാണം ചെയ്തു വന്ന ഇസ്രായേൽ ജനം ഹാലലിയ ശൂർ മരുഭൂമിയിൽ എത്തി. ഹാലലിയ സ്തോത്രം. അവര് 3 ദിവസം അവിടെ വെള്ളം കുടിക്കാന് വെള്ളം അവർക്ക് ലഭിക്കാതെ അവര് ഹാലലിയ സ്തോത്രം അവര് ഉഴന്നു നടന്നു. ഹാലലിയ സ്തോത്രം. എന്നാൽ അവര് മാറായിലെത്തിയപ്പോൾ മാറായിലെ ജലം അവർക്ക് കുടിച്ചു. അത് കൈപ്പേറിയതായിരുന്നു. ഉടനെ അവര് മോശയ്ക്ക് വിരോധമായി അവർ പിറുപിറുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ മോശ ദൈവസന്നിധിയിലെ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തിന്റെ കൊമ്പ് ഹാലലിയ വെട്ടി ഹാലലിയ മോശ വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു. മാറായെ മധുരമാക്കുന്ന ഒരു ദൈവം. ഹാലലിയ സ്തോത്രം. അതുകൊണ്ട് ഹാലലിയ സ്തോത്രം അവർക്ക് ഹാലലിയ മധുരമുള്ള വെള്ളം കുടിപ്പാൻ കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന് അറിയാമായിരുന്നു എൻ്റെ ജനം ഈ വഴിയായി കടന്നു വരും, അവർക്ക് ഹാലലിയ മധുരമുള്ള വെള്ളം ആവശ്യമാണ് എന്ന് കരുതി ഹാലലിയ സ്തോത്രം ദൈവം നേരത്തെ ആ ഒരു വൃക്ഷം അവിടെ നട്ടിരുന്നു. അതായത് ഇതാണ് കരുതുന്ന ദൈവം, നമുക്ക് വേണ്ടി മുന്നേ കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഹാലലിയ ഇവിടെ അറിയാൻ ഇറയായത്. ഹാലലിയ സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ അതുപോലെ അവർക്ക് ഹാലലിയ പ്രഭാതത്തിലെ മരുഭൂമിയിലെ ഹാലലിയ മന്ന കൊടുത്തു, കാടപ്പക്ഷികളെ കൊടുത്തു. ഹാലലിയ സ്തോത്രം. അവർക്ക് വേണ്ടി ഒരു വലിയ കരുതൽ ദൈവം നടത്തി. ഹാലലിയ ആ ദൈവത്തെ ഹാലലിയ നമുക്ക് ഹാലലിയ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ഹാലലിയ സ്തോത്രം. പ്രിയ ദൈവജനമേ ഹാലലിയ സ്തോത്രം. അതുപോലെ ശൂന്യങ്കാരത്തി ഹാലലിയ ഏലിശ പ്രവാചകന് വിശ്രമിക്കാനായിട്ട് ഹാലലിയ സ്തോത്രം ഹാലലിയ അതുവഴി പോകുമ്പോൾ വിശ്രമിക്കാനായിട്ട് ഭവനത്തിൽ ഇടം കൊടുത്തു. ആദരിച്ചതുകൊണ്ട് ഹാലലിയ സ്തോത്രം അവൾക്ക് ദൈവം ഹാലലിയ തലമുറയെ കൊടുത്തു. എന്നാൽ ശമരിയിലെങ്ങും ഹാലലിയ സ്തോത്രം എന്നാൽ പിന്നീട് ശമരിയിലെങ്ങും ഹാലലിയ വലിയ ക്ഷാമം വന്നപ്പോൾ ഏലിശ ശൂന്യങ്കാരത്തിയോട് പറഞ്ഞു, ഹാലലിയ യഹോവ വലിയൊരു ക്ഷാമം ഇവിടെ വരുത്തുവാൻ പോകുന്നു. 7 സംവത്സരം ദേശത്ത് ഹാലലിയ സ്തോത്രം ക്ഷാമം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഹാലലിയ സ്തോത്രം നീ നിന്റെ ഭവനവും എവിടെയെങ്കിലും പോയി പരദേശവാസം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഹാലലിയ ക്ഷാമം മാറി അവൾ ദേശത്ത് വന്നപ്പോൾ അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇന്ന് വരെയും അവളുടെ എല്ലാ ആദായവും അവൾക്ക് ലഭിക്കേണ്ടതെല്ലാം മുഴുവനും അവൾക്ക് തിരിച്ചു കൊടുക്കാൻ രാജാവ് കൽപ്പിച്ചു. ഹാലലിയ സ്തോത്രം. അങ്ങനെ ഹാലലിയ ആദായം മുഴുവൻ അവൾക്ക് കൊടുക്കുവാൻ രാജാവ് കൽപ്പിച്ചു. ഹാലലിയ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയും ഹാലലിയ സ്തോത്രം ദൈവദാസന്മാരെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ പ്രിയ ദൈവവൈതലെ നിന്നെ ഒരു കാലത്ത് ഹാലലിയ നിന്നെ കരുതുന്ന ഒരു ദൈവം ഹാലലിയ നിന്നെ കരുതും. നിനക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം തരും. ഹാലലിയ സ്തോത്രം. അതെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഹാലലിയ സ്തോത്രം. ഈ നാളുകളിൽ ഹാലലിയ സ്തോത്രം നമുക്ക് ഹാലലിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഹാലലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുത്ത് ഹാലലിയ അവന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായി നാം ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഹാലലിയ
ലഭിക്കുന്ന സമയങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിരിക്കുക. ഹാലലിയ സ്തോത്രം. അതുപോലെ ഹാലലിയ സ്തോത്രം, വചനം ഹാലലിയ സ്തോത്രം നിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാലലിയ ഒരു നാളും ഹാലലിയ സ്തോത്രം നീ ഹാലലിയ സ്തോത്രം ആ വചനം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് നിന്നെ പോഷിപ്പിക്കും. ഹാലലിയ സ്തോത്രം. അത് ഒരു ദേവദാസൻ ഹാലലിയ പറഞ്ഞത്, വെൻ യു ആർ ഗോയിങ് ത്രൂ അഫ്ലിക്ഷൻ ഹാലലിയ സ്ക്രിപ്ചർ വിൽ റിമൈൻഡ് യു എന്ന്. വചനം ഹാലലിയ സ്തോത്രം നിന്നെ ഹാലലിയ നീ കഠിന ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹാലലിയ ആ സമയം വചനം നിന്നെ ഓർപ്പിക്കുമെന്ന് ഹാലലിയ അവിടെ കാണിച്ചിരിക്കുന്നു. ഹാലലിയ സ്തോത്രം. യോസഫിനോടുള്ള ഹാലലിയ സ്തോത്രം ആ ബന്ധത്തിലെ ഹാലലിയ എന്റേതായ ഹാലലിയ ചില അനുഭവങ്ങൾ ഹാലലിയ എനിക്ക് സാക്ഷ്യമായി എനിക്കും പറയുവാനുണ്ട്. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഒന്നാമത്തെ സാക്ഷ്യം 1997 മുതൽ ഹാലലിയ സ്തോത്രം നീണ്ട ചില വർഷങ്ങള് ഹാലലിയ സ്തോത്രം ഞാൻ വലിയൊരു പ്രതിസന്ധിയിൽ ഈ ബഹറിന്റെ പ്രദേശത്തൂടെ കടന്നുപോയി. ഹാലലിയ സ്തോത്രം. എനിക്ക് ഹാലലിയ സ്തോത്രം ബിസിനസ്സിലെ തകർച്ച ഉണ്ടായത് ഹാലലിയ ഈ ദേശത്ത് ഹാലലിയ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വലിയ റിയോട്സ് ലഹളയുണ്ടായി കഴിഞ്ഞപ്പോൾ ഹാലലിയ സ്തോത്രം അവരെ ഹാലലിയ സ്തോത്രം അതെ പിന്നെ ഇതിന്റെ സ്പോൺസർഷിപ്പ് ആരുടെയാണെന്നും ഒക്കെ അവർ നോക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മറ്റേ ഗ്രൂപ്പിലായതുകൊണ്ട് അവർ വന്ന് നമ്മുടെ സ്ഥാപനം എല്ലാം അടിച്ച് തകർത്ത് എല്ലാം തീർന്നു. വലിയ ഒരു ബാധ്യത എനിക്കുണ്ടായി. ഹാലലിയ സ്തോത്രം. ഒരു വലിയൊരു ഭീമമായ ഒരു സംഖ്യ എനിക്ക് ആ ബാധ്യതയായിട്ട് വന്നു. എന്നാൽ ആദ്യം ഞാൻ പലപ്പോഴും ഇരുന്ന് ഹാലലിയ ഒരിക്കലും ദൈവമേ ഈ ഒരു വിഷയത്തിൽ കൂടെ ദേശം കാണുവാൻ കഴിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. വളരെയധികം ഭാരത്തിൽ കൂടെ പോയി. പിന്നീട് ഞാൻ തുടർന്നും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഹാലലിയ സ്തോത്രം എൻ്റെ കുടുംബം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഹാലലിയ സ്തോത്രം അവർക്ക് ഒരു ജോലി വീണ്ടും ജോലി ലഭിച്ചാൽ ആ സമയത്ത് എൻ്റെ വൈഫിന്റെ ജോലിയും നഷ്ടപ്പെട്ടു പോയി മിനിസ്ട്രിയിൽ നിന്ന്. അത് കഴിഞ്ഞ ഒരു ജോലിക്ക് വേണ്ടി വീണ്ടും പരിശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ കടഭാരങ്ങൾ നീ അത് കുറച്ച് അടയ്ക്കുവാനോ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൽ നല്ലത് വീണ്ടും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം നന്നായി വരട്ടെ. അതുകൊണ്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം അവരെ ദേശത്തേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ ദേശത്തേക്ക് പോയി. അതിനുശേഷം വർഷങ്ങളോളം എനിക്ക് ദേശത്ത് കടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടായി. എന്നാൽ ആ സമയത്ത് ഞാൻ മനുഷ്യരിൽ ആശ്രയിച്ചു. ഹാലലിയ സ്തോത്രം. വിശ്വാസികളും അവിശ്വാസികളും ഹാലലിയ ആയ പല ആൾക്കാരുണ്ട് ഇവിടെ. വലിയ സമ്പന്നന്മാരായിട്ടുള്ളവരുണ്ട്. അവരാരെങ്കിലും ഹാലലിയ എൻ്റെ വിഷയത്തിൽ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നിയമവശങ്ങൾ പറഞ്ഞു തരുവാനോ എനിക്ക് വേണ്ടി ഒന്ന് ഇടപെടുവാനോ ആരെങ്കിലും കാരണം. എന്നാൽ പ്രിയ ദൈവജനമേ, ആരും എനിക്ക് ഉണ്ടായില്ല. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ഹാലലിയ സ്തോത്രം ചെയ്യുന്ന ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. ഹാലലിയ സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഞാൻ നാട് കാണുകയില്ല. ഇവിടെ തന്നെ അത് ബാങ്കിനൊക്കെ വലിയൊരു എമൗണ്ടൊക്കെ ഉണ്ടല്ലോ, വലിയ എമൗണ്ടുകളൊക്കെ ഉണ്ട്. നാട് കാണുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹാലലിയ സ്തോത്രം ദൈവത്തിന്റെ കരം അത്ഭുതമായിട്ട് ഇറങ്ങി വന്നു. അത്രയും വലിയ ആ ബാധ്യതയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അതിനെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ലൈവിൽ നിന്ന് അല്ല എത്ര മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാലും എനിക്കത് പറഞ്ഞു തീർക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് മാത്രം ഞാൻ പറയുകയാണ്. അങ്ങനെ നീ ദേശം കാണുകയില്ല എന്ന് ശത്രു പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ദേശത്ത് മാത്രമല്ല പോയത്. ഹാലലിയ സ്തോത്രം. അമേരിക്കയുടെ പ്രദേശത്തും പോയി. ഹാലലിയ പല സ്റ്റേറ്റുകളിലും പോയി. ഹാലലിയ സ്തോത്രം. എൻ്റെ സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത്ഭുത വിടുതൽ. അതുകൊണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ വഴികൾ അതാണ്. ഹാലലിയ സ്തോത്രം. അവന്റെ വഴികൾ സമുദ്രത്തിലും അവന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. അവന്റെ കാൽച്ചുവടുകളുടെ വഴി നാം അറിയാതിരുന്നെന്ന് പറയുന്നു. ഹാലലിയ സ്തോത്രം. അവന്റെ കാൽച്ചുവടുകളുടെ വഴി ഹാലലിയ സ്തോത്രം. അപ്പോഴും നമ്മൾ എല്ലാം തകർന്നെന്ന് പറയുമ്പോഴും നമ്മളെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹാലലിയ സ്തോത്രം. നാം ഹാലലിയ തകർന്നു പോകാതെ ഹാലലിയ നമ്മെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, കരുതുന്ന കർത്താവ്. ഹാലലിയ സ്തോത്രം. യോസഫിനെ ഹാലലിയ സ്തോത്രം താനെ ഹാലലിയ സ്തോത്രം തൻ്റെ ഒരു സ്വപ്നം മുഖാന്തരമാണല്ലോ ഹാലലിയ സ്തോത്രം 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെയും താൻ കഷ്ടങ്ങളിൽ കൂടെയും പ്രതികൂലങ്ങളിലെ കൂടെയൊക്കെയും കടന്നുപോയത്. ഹാലലിയ സ്തോത്രം. തൻ്റെ ഹാലലിയ സ്തോത്രം പൊട്ടക്കിണറിന്റെ അനുഭവം, ബുദ്ധിപേറിന്റെ അനുഭവം, വീണ്ടും കാരാഗ്രഹത്തില് പോയതുമൊക്കെ. എന്നാൽ ഹാലലിയ സ്തോത്രം ദൈവത്തിന് ഹാലലിയ സ്തോത്രം അതിന്റെ പിന്നിലെ രഹസ്യം നമ്മൾ പിന്നീട് അതിന്റെ അവസാനമേ നമുക്ക്
മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഹാലലിയ അതിൻ്റെ ഉദ്ദേശം, ദൈവിക ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. കാരണം ഹാലലിയ സ്തോത്രം, ഭൂതലത്തില് ഹാലലിയ സ്തോത്രം ഇസ്രയേലിൽ മാത്രമല്ല ഭൂമിയിലെങ്ങും ഒരു വലിയ ക്ഷാമം ഉണ്ടാകുന്നു. ഹാലലിയ സ്തോത്രം. ആ ക്ഷാമത്തിൽ ഹാലലിയ സ്തോത്രം കനാനിലും ക്ഷാമം വരും. ഹാലലിയ സ്തോത്രം. എന്നാൽ ഹാലലിയ സ്തോത്രം കനാനിൽ ക്ഷാമം വരുമ്പോൾ ഹാലലിയ സ്തോത്രം ഹാലലിയ തൻ്റെ അടുക്കൽ ഹാലലിയ സ്തോത്രം തൻ്റെ ഹാലലിയ സഹോദരങ്ങൾ എത്തുവാൻ ദൈവം അതിനൊരു വഴി ഒരുക്കുകയായിരുന്നു. തന്നെ നിന്ദിച്ചവരുടെ ഹാലലിയ തന്നെ പൊട്ടക്കണ്ടിട്ടവർ അവസാനം വന്ന് 11 കറ്റകൾ ഹാലലിയ സ്തോത്രം എഴുന്നേറ്റ് നിൽക്കുന്ന ഹാലലിയ ആ ഒരവസ്ഥ അവരെ കാണിച്ചുവെങ്കിൽ ഹാലലിയ ആ 11 കറ്റകൾക്ക് സമമായി ഹാലലിയ സഹോദരന്മാർ വന്ന് തൻ്റെ മുമ്പിലെ ഹാലലിയ സ്തോത്രം ഭക്ഷണത്തിന് വേണ്ടി വന്ന് മുട്ടുകുത്തേണ്ടി വന്നു. ഹാലലിയ സ്തോത്രം. ദൈവത്തിന്റെ ഹാലലിയ പ്രവർത്തികള് ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം. ഫറവോന് അന്ന് പാനപാത്രവാഹകൻ ഹാലലിയ സ്തോത്രം തന്നോട് ഹാലലിയ പാനപാത്രവാഹനോട് പറഞ്ഞു, ഈ കുണ്ടറയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം. നീ കാര്യം പാനപാത്രവാഹനും അപ്പക്കാരനും കണ്ട സ്വപ്നം വിവരിച്ചു കൊടുത്തത് ജോസഫ് ആണല്ലോ. അതുകൊണ്ട് പാനപാത്രകാരനോടും പറഞ്ഞു, നീ രാജാവിൻ്റെ അടുക്കൽ ഫറവോന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്നെ കുറിച്ച് എൻ്റെ കാര്യമൊന്ന് അവിടെ ഉണർത്തിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഫറവോന് താൻ ഹാലലിയ സ്തോത്രം ഈ പാനപാത്രവാഹൻ അത് മറന്നുപോയി. എന്നാൽ പാനപാത്രവാഹൻ മറന്നുപോയത് ഗുണമായി. എന്തുകൊണ്ടെന്നാൽ ഹാലലിയ സ്തോത്രം പിന്നീട് ഹാലലിയ സ്തോത്രം ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. അതിൻ്റെ അർത്ഥം അറിയാൻ പ്രയാസപ്പെട്ടിട്ട് ശകുനവാദികൾ മന്ത്രവാദികളെല്ലാം വിളിച്ച് അർത്ഥം പറയാൻ പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാവരെയും ഹാലലിയ സ്ഥല തിരച്ഛേദനം ചെയ്യുമെന്നൊക്കെയും പറഞ്ഞു. എല്ലാവരും ഭയന്നിരുന്നപ്പോഴാണ് ഈ പാനപാത്രവാഹൻ യോസഫിനെ ഓർക്കാൻ കാര്യം. ആ യോസഫ് അന്നേരം ഓർത്തപ്പോൾ തൻ്റെ തെറ്റിനെ കുറിച്ച് അവൻ ഓർത്ത് താൻ രാജാവിൻ്റെ അടുക്കൽ ഫറവോന്റെ അടുക്കൽ ഈ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ ഫറവോൻ അവനെ വിളിച്ചു വരുത്തി യോസഫിനെ കൊണ്ടുവന്നു. ഹാലലിയ സ്തോത്രം. ഫറവോന്റെ സ്വപ്നം ഹാലലിയ സ്വപ്നങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് താൻ ആ സ്വപ്നങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഹാലലിയ സ്തോത്രം യോസഫിനെ ഹാലലിയ സ്തോത്രം അവനെ ആ രാജ്യത്തിന്റെ പ്രധാന മന്ത്രിയാക്കിയിട്ട് അവനെ ഹാലലിയ സ്തോത്രം രഥത്തിൽ കയറ്റി ഇരുത്തി. ഹാലലിയ സ്തോത്രം. പ്രിയ ദൈവജനമേ, ഹാലലിയ സ്തോത്രം. മനുഷ്യൻ നിന്നെ ഓർക്കുന്നതും ദൈവം ഓർക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. മനുഷ്യൻ ഓർത്തിരുന്നെങ്കിൽ ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം പാനപാത്രവാഹൻ ഓർത്തിരുന്നെങ്കിൽ ആ സമയം യോസഫിനെ കുണ്ടറയിൽ നിന്ന് വിളിച്ച് കയറ്റി കാരാഗൃഹത്തിൽ നിന്ന് കയറ്റി ശവനം ചെയ്ത് ഏറി വന്നു കഴിഞ്ഞാൽ അപ്പൻ്റെ അടുക്കൽ കനാനിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഹാലലിയ സ്തോത്രം ദൈവം അവനെ ഓർത്ത സമയം ഹാലലിയ സ്തോത്രം അത് ഫറവോന്റെ സ്വപ്നമായിരുന്നു. ദൈവം അവനെ ഓർത്ത സമയം. അതുകൊണ്ട് ഹാലലിയ സ്തോത്രം അവനെ ഹാലലിയ സ്തോത്രം ദൈവം അവനെ മാനിച്ചു. ഹാലലിയ സ്തോത്രം ഹാലലിയ. അതാണ് ഹാലലിയ നാം പറയുന്നത്, ദൈവം ഓർക്കുന്നതും. ഞാനപ്പോൾ എൻ്റെ കാര്യം അവിടെ വെച്ച് ചിന്തിച്ചു. ഹാലലിയ സ്തോത്രം. ദൈവം എന്നെ ഓർത്തപ്പോൾ എനിക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതം. ഹാലലിയ സ്തോത്രം ഹാലലിയ. മാനുഷ്യമായ കാര്യങ്ങളല്ല. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പറയുന്നത്. ഹാലലിയ സ്തോത്രം. പ്രിയ ദൈവജനമേ, ഹാലലിയ ദൈവം നമ്മെ ഓർക്കും. ഹാലലിയ സ്തോത്രം നമുക്ക് വേണ്ടി ഹാലലിയ പ്രവർത്തിക്കും. ഹാലലിയ സ്തോത്രം. നമ്മുടെ ഹാലലിയ സ്വന്തം സാക്ഷ്യമാണല്ലോ മറ്റുള്ളവരെക്കാൾ ഹാലലിയ നമുക്ക് കൂടുതൽ പ്രചോദനം ചെല്ലുന്നത്. ഈ കഴിഞ്ഞ 2 വർഷക്കാലം ഞാൻ വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി. ഹാലലിയ സ്തോത്രം. ഇവിടെ ബിസിനസ് ഇല്ല, ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ യാതൊരു വളരെയധികം പ്രതിസന്ധികളെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം എന്ത് ഹാലലിയ എനിക്ക് വേണ്ടി കരുതത്. എൻ്റെ പ്രിയ മകന് ഹാലലിയ ഇളയ മകന് അവൻ ദേശത്ത് കൺസ്ട്രക്ഷൻ്റെ ബിസിനസ് ചെയ്യുകയാണ്. അവനെ ദൈവം വളരെയധികമായി ദൈവം അവനെ അനുഗ്രഹിച്ചു. വലിയ കാര്യങ്ങൾ, നല്ല നല്ല പ്രോജക്റ്റുകളെല്ലാം കൊടുത്തു. അപ്പം പറയായിരുന്നു, ദൈവം ഒന്ന് കരുതി വെച്ചിട്ട് മാത്രമേ ഒരു വശത്ത് ഹാലലിയ സ്തോത്രം ആ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് നമുക്കൊരു വിടുതലിന് വേണ്ടി ദൈവം മറ്റൊരിടത്തൊരു രക്ഷ കരുതി വെച്ചിട്ടുണ്ട്. ഹാലലിയ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ സ്തോത്രം. എനിക്ക് ഹാലലിയ സ്തോത്രം ഇത്രത്തോളം ഹാലലിയ ദൈവസേനയിലെ ഹാലലിയ സ്തോത്രം വിഷയങ്ങളെ ഒക്കെയും ഹാലലിയ വചനത്തിന്റെ ദേവദാസൻ തന്നിരിക്കുന്ന ആ ഹാലലിയ സ്തോത്രം ആ സബ്ജക്റ്റിന്റെ കർത്താവെ അതിനെ ആധാരമാക്കി ഹാലലിയ സ്തോത്രം ഇത്രത്തോളം ഹാലലിയ വിഷയങ്ങൾ സംസാരിപ്പാന് ദൈവം എനിക്ക് ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ഹാലലിയ സ്തോത്രം ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ
പലതും ഉണ്ടല്ലോ. ആ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. പീഡിപ്പിക്കപ്പെടുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവസഭയോടുള്ള വിഷയത്തിലെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പ്രോസിക്യൂഷൻ ഹല്ലേലൂയ സ്തോത്രം. അതിൽ കൂടെ കടന്നു പോകുന്ന ജനത്തിന് വേണ്ടിയെല്ലാം നമുക്ക്, ദൈവസഭയ്ക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ ഇറങ്ങി പ്രവർത്തിക്കണം. ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അത്ഭുതകരമായി ഹല്ലേലൂയ സ്തോത്രം അവിടെ പ്രവർത്തിച്ചേ മതിയാവുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പ്രാർത്ഥനാ ധ്വനിയിലെ ഹല്ലേലൂയ സ്തോത്രം വന്ന ഒരു ഹല്ലേലൂയ വിഷയമായിരുന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. കൊല്ലം യൂണിറ്റിലെ പ്രാർത്ഥനാ ധ്വനിയുടെ യൂണിറ്റിലെ ഹല്ലേലൂയ സ്തോത്രം ഒരു ശുശ്രൂഷൻ പാസ്റ്റർ രാജു ഹല്ലേലൂയ എപീസിലെ ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ സ്തോത്രം. താൻ ശാരീരികമായി പ്രയാസക്കൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. തനിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ചലിക്കുവാനായി ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനാധനയുടെ മുമ്പോട്ടുള്ള വളർച്ചയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ സമയം ഹല്ലേലൂയ എനിക്ക് ഇത്രയും അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തോടുള്ള നന്ദിയെ ഞാൻ കരയറ്റുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്കായി കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവ്, വീര്യം പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനാധ്വനിയുടെ ഹല്ലേലൂയ പ്രഭാതത്തിലെ ഹല്ലേലൂയ സ്തോത്രം ആ കൂടിവരോട് ഏറ്റവും അനുഗ്രഹമായി പോന്നു. അത് വീണ്ടും ശക്തമാകുവാനും അനേകരതിൽ പങ്കുകൂടുവാനും നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ അതിലെ ഹല്ലേലൂയ വരുന്ന ഹല്ലേലൂയ ഈവനിങ്ങിലെ സിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അതിലും ഹല്ലേലൂയ സ്തോത്രം വലിയ അനുഗ്രഹങ്ങൾ കാണുവാനും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം ഇത് വൈൻഡപ്പ് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ ഹല്ലേലൂയ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരുക്കിയ ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഈ മീഡിയയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കർത്താവെ തക്ക സമയത്ത് കർത്താവ് അതിന്മേൽ പ്രവർത്തിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ഞങ്ങളെ ഹല്ലേലൂയ അവിടുന്ന് സഹായിക്കണം. തുടർന്നുള്ള എല്ലാ കർത്താവെ ഞങ്ങളുടെ കൂടിവരവുകളും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അടിയനെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും തിരുമേനിക്ക് തരുന്നു. സകലവടികൾക്കായി ജീവനെ വെച്ച് അവിടുത്തെ അവന്റെ പുത്രന്റെ നാമത്തിലൂടെയും താഴ്മയായി യാചിക്കുന്നു. കർത്താവ് കരുണയുണ്ടായി കേട്ട് ഉത്തരമൽമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ കർത്താവിന്റെ വരവ് വരെയും ഹല്ലേലൂയ സ്തോത്രം നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ വാക്കാലം നമുക്ക് ജയം തന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 സ്തോത്രം.